ഭർത്താവിനെ ഞാൻ എന്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണോ? ഞാൻ വിധവയല്ല. നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചൊമ്പിക്കലേ ഇല്ല. അല്ല, ഞാൻ വിധവയല്ല. ഞാൻ വിധവയല്ല. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്റെ ഭർത്താവ് എന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല. സോ ഞാൻ വിധവയല്ല. ഇങ്ങനെ സെന്റിമെന്റൽ ആയാലോ? എന്റെ സൂചന ഞാൻ വിധവയല്ല. നല്ല വിചാരോട്ടാ. ഞാൻ വിധവയല്ല. ഞാൻ വിധവയല്ല. ഇത് ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞു. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും വെറുതെ എന്റെ ഭർത്താവിനാണ് ഇനിയും ഞാൻ തലക്ക് മുകളിലല്ല, എന്റെ ഉള്ളിലാണ് തന്നെയാണ് നിൽക്കുന്നത്. അതെ, മരിച്ചപ്പോഴും സൗകര്യം കൊടുക്കുന്നു. ഒരു സൗകര്യം കൊടുക്കത്തില്ല. അത് എന്റെ ഭർത്താവല്ലേ, ഞാൻ കൊടുത്തു. അതെന്തിനാ മസ്താനി അന്വേഷിക്കുന്നത്? എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവിന്റെ കാര്യം മസ്താനിക്ക് എന്താ പ്രശ്നം? കുറെ നേരം അവന്റെ അത് ശരിയാവില്ല. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്ന നീ പിന്നെ ആരാ? എന്റെ പൊന്ന് മസാല സൂചന വിട്ടുപിടിക്കും. എന്താ കാര്യം? എനിക്കറിയാൻ പാടില്ല. അതിന് സൂചിച്ചേട്ടൻ ആരെ പിടിച്ചത്? വിധവാക്കാർ ഇറക്കുന്നത്. വിധവാക്കാട് അതിന് ആര് വിധവാക്കാട്? ആര് വിധവയായി? ആരാ വിധവയായത്? തലക്ക് ഓളില്ലേ? ഇല്ല, ബോധം പോയി. ബോധം പോയി. എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു. അത് പറ. തലക്ക് ഓളില്ലാത്ത ആളുകളൊക്കെയാണ്. എന്ന് മനസ്സിലായി വന്നപ്പോ. നീ നിന്റെ കൂട്ടുകാരും കൂടി കളിച്ച വൃത്തികെട്ട പൊറാട്ട് നാടകമല്ലട ഈ കേസ്. സത്യം പറഞ്ഞു ബിഗ് ബോസ് വന്നപ്പോഴേ മനസ്സിലായി. അത് നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. വിഷമമുണ്ടാവും, പക്ഷെ പിടിച്ചെന്നേക്കണം. ഇനിയും ഭീരുത്വം കാണിച്ചാൽ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഓർത്തോളൂ. ചേച്ചിക്ക് ഇപ്പൊ ഞാൻ വന്നപ്പോ സ്ക്രീൻ സ്പേസ് കിട്ടിയില്ലേ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നല്ലോ കേട്ടത്. ആദ്യം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്ക് സുധി. ഈ വേരത്തിലൊന്നും എന്നോട് വേണ്ട. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി.